പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ തിരിച്ചടി നൽകുന്നത് തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഈ മാസത്തെ കേരള സന്ദർശനം റദ്ദാക്കിയെന്ന് സൂചന. ശബരിമല ദർശിക്കാനായി മെയ് 18-ന് രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 18-നും 19-നും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണം ദേവസ്വം ബോർഡ് നീക്കി. ശബരിമല ഇടവമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കിയെന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത്. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് ഇടവം 4, 5 അതായത് മെയ് 18, 19 തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെന്നും ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തു ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണെന്നും ദേവസ്വം ബോർഡിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ GS അരുൺ അറിയിച്ചു. രാഷ്ട്രപതി ശബരിമലയിലേക്ക് ഇല്ലെന്നതിന്റെ സൂചനയാണ് ഈ പത്രക്കുറിപ്പ്. ശബരിമല ദർശനത്തിനായി ദ്രൗപദി മുർമു കേരളത്തിൽ എത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുക എന്നുള്ള വിവരം ലഭിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ സുരക്ഷയും ശക്തമായി നടത്തിയിരുന്നു. മെയ് 19-ന് രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും എന്നായിരുന്നു വാർത്ത. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ നിയന്ത്രണം മാറുന്നത് തൽക്കാലം ശബരിമലയിലേക്ക് രാഷ്ട്രപതി വരുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുകയാണിപ്പോൾ. 3 സൈന്യങ്ങളുടെയും മേധാവിയായ രാഷ്ട്രപതി ഡൽഹിയിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുകൊണ്ട് തന്നെ ശബരിമല യാത്ര മാറ്റിവെക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനെതിരായ സൈനിക നീക്കങ്ങൾ അവസാനിച്ച ശേഷം രാഷ്ട്രപതി കേരളത്തിൽ ശബരിമല ദർശനത്തിന് എത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തിനുള്ള മുന്നോടിയായി ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ പമ്പയിലെത്തി പരിശോധന നടത്തി മടങ്ങിയിരുന്നു. നിലയ്ക്കൽ പമ്പ പാതയിലെ ഉണങ്ങിയതും അപകടകരമായിട്ടുള്ള 21 മരങ്ങൾ വനംവകുപ്പ് മുറിച്ചു മാറ്റാനുള്ള തീരുമാനവും എടുത്തു. പ്ലാപ്പള്ളി ഫോറസ്റ്റ് അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മരങ്ങളുടെ പട്ടിക റേഞ്ച് ഓഫീസർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ചതിനു ശേഷം മരങ്ങൾ മുറിക്കും. നിലയ്ക്കൽ ഹെലിപ്പാഡ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്ഥാനവും നിശ്ചയിച്ച് നമ്പർ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ മാസം 19-ന് കുമരകത്തു നിന്നും ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കാർ മാർഗം പമ്പയിലെത്തി ഇരുമുടി കെട്ടുമേന്തി സന്നിധാനത്തിലേക്ക് മല കയറുമെന്നും ദർശനശേഷം അന്ന് തന്നെ മടങ്ങുമെന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത്. പഹൽഗാമിൽ കണ്ണീരിനു മറുപടിയായി ഇന്ത്യ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിൽ മാറ്റം വരുത്തുകയാണ് പിന്നീട് ചെയ്തത്. 2 മാസത്തോളമായി രാഷ്ട്രപതിയുടെ വരവ് പ്രതീക്ഷിച്ച് ശബരിമലയിൽ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു.